ഹായ്. കാതികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു തൻ. അപ്പം തള്ളുകഥയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കണേണ്. എൻ്റെ തള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തള്ളായിരിക്കും, നിങ്ങൾ ചിരിച്ചിരിച്ചാകരുത്. അപ്പം ഞാനൊരു തള്ളുകഥ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിടാൻ പോയി. അപ്പോൾ ചൂണ്ടിടാൻ ഞാനിങ്ങനെ പോയി, ഇങ്ങനെ കരിമീൻ പിടിക്കാൻ പറ്റും, ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കേ, ചൂണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുക, ഒരു മീനും കിട്ടണില്ല. അപ്പം ഇങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ ഉറക്കം തൂങ്ങിപ്പോയതും മീനൊറ്റ വലി. മീൻ വലിച്ചതേ എൻ്റെ ചൂണ്ട നേരെ വെള്ളത്തിലേക്ക് പോയി. അപ്പം പിന്നെ ഞാനെന്ത് ചെയ്യും, എൻ്റെ ചൂണ്ട പോയല്ല. ആ ചൂണ്ട പോയ സങ്കടത്തിൽ ഞാനിങ്ങനെ ഇരിക്കേ. ബാക്കി കുറച്ച് പേരൊക്കെ അപ്പുറത്ത് നിന്ന് ചൂണ്ടിടണുണ്ട്. ഞാനിങ്ങനെ എല്ലാവരും ചൂണ്ടക്കെട്ടൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ദയനീയമായിട്ടിരിക്കേ. അത് ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ കണ്ടത്തിലിങ്ങനെ കിടന്ന് വെള്ളമൊക്കെ ഇങ്ങനെ അനങ്ങണട്ടാ. നോക്കി ഇങ്ങനെ എന്ത് പണ്ടാരമാണ്. എൻ്റെ ചൂണ്ട വലിച്ചിട്ടുമ്പോൾ വലിയ വലിയ മീനാണ്. നോക്കിയപ്പോൾ വും എന്ന് പറഞ്ഞ് ഇങ്ങനൊരു സാധനം പൊങ്ങി വന്ന്. എന്താ മോനെ നീ വിഷമിച്ചിരിക്കണേ? എൻ്റെ ചൂണ്ട പോയി. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളാരാന്ന് ചോദിച്ചു. ഞാൻ ജലത്തിലുണ്ടാകണ ഒരു കന്യക, ജലകന്യകയെന്ന്. ജലകന്യക, നിന്റെ ചൂണ്ട ഞാനെടുത്ത് തരും. പിന്നെ നേരെ താഴത്തേക്ക് പോയിട്ട് ഒരു ചൂണ്ടയും പൊക്കി കൊണ്ടുവന്നിട്ട്, ഇതാണോ നിന്റെ ചൂണ്ട? ഞാൻ പറഞ്ഞു, ഇതല്ല എൻ്റെ ചൂണ്ട. പിന്നെയും താഴത്തേക്ക് പോയി, ഇതാണോ നിന്റെ ചൂണ്ട? ഞാൻ പറഞ്ഞു, ഇതല്ല എൻ്റെ ചൂണ്ട. പിന്നെ ഏതാടാ നിന്റെ ചൂണ്ട? ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നുമെണ്ണമുള്ള എൻ്റെ ചൂണ്ട എടുത്തിട്ടുണ്ട്. നിങ്ങളോട് ഇപ്പോൾ വരാനും ഞാൻ പറഞ്ഞില്ല. ഞാനോട്ട് നിങ്ങൾ അറിയേയില്ല, ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത്. പിന്നെ എന്തിനാ എൻ്റെ ചൂണ്ട? ഞാൻ ചൂണ്ടയിടണമല്ലോ, ഒന്നുമില്ല, ഞാൻ വീട്ടിൽ പോണേന്ന്. നീ ചൂണ്ടിട്ടിട്ട് പോയാൽ ഇവർ പിന്നെയും പോയി, ഇതാണോ നിൻ്റെ ചൂണ്ട? ഇവർ 3 നല്ല ചൂണ്ടയും കൊണ്ട് വന്ന്. ഞാൻ പറയാം, എൻ്റെ പൊന്നെന്ത് കന്യകയാണെങ്കിലും എൻ്റെ സാധാ കോലിലുള്ളൊരു ചൂണ്ടയാണ്. ഈ പനയില്ല, അതിൽ നിന്ന് പറ്റിയ ചൂണ്ടയാണ്. അപ്പം ഇതൊക്കെ ആരുടെ ചൂണ്ടയായിരുന്നു? ഞാൻ പറഞ്ഞു, എനിക്കറിയാം ഇതൊക്കെ ആരുടെ ചൂണ്ട. ഇത് വേറെ ആരെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയവരൊക്കെ ഇരിക്കണ്ട, അവർക്ക് കൊണ്ടേ കൊടുക്ക്. അല്ലാണ്ട് എന്നോട് എൻ്റെ ചൂണ്ട, ഞാൻ ചൂണ്ടയിടണമല്ലോ, ഒന്നുമില്ല. എൻ്റെ പൊന്നെ, ഇത് തന്നെ കണ്ടത് എനിക്ക് മതിയായി. ഈ ഒരു ടൈപ്പ് കഥ നിങ്ങൾ വേറെ കേട്ടിട്ടില്ലേ? അതേപോലെ ഞാനൊന്ന് വെറുതെ വേറൊരു കഥ ഉണ്ടാക്കി പറഞ്ഞേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം.